നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചപ്പാത്തി, പൊറോട്ട, അപ്പം, ചോറ് ഇതിലേക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു കോഴിമുട്ട കൊണ്ട് ഒരു ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായി ഒരു ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എത്രയാണ് അതിന് കണക്കാക്കിയിട്ട് ഇഞ്ചി എടുത്താൽ മതി, അതിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കടായി ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. ഒരു 15 ഗ്രാമ്പുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 8 ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ തക്കാളി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിന് വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചുഴറ്റിയെടുത്ത വെള്ളം ആണിത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കണില്ല. മല്ലിപ്പൊടിക്ക് പകരമാണ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്, ഉഷാറായി വന്നിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം പാർന്നു കൊടുക്കാം അതിലേക്ക്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകിയിട്ടാണ് കിട്ടേണ്ടത്, കറി പോലെയല്ല. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് വെള്ളം പാർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് വെള്ളം പാർന്നിട്ടുണ്ട്. ഏകദേശം 250 മില്ലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് തുറന്നു വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
അപ്പോൾ ഇനി ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവി നല്ല ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം. അത് മതി. ഇനി പിന്നെ കറിയൊക്കെ ഒന്ന് ആയി റെഡി ആകുമ്പോൾ ഒന്ന് ഇറക്കി വെച്ചാൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുള്ളിലേക്കൊക്കെ ഒന്ന് ഈ ഗ്രേവി കയറി ഉഷാറായിക്കോളും. ഒരു 6 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 10-12 കോഴിമുട്ട വരെ ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. നമ്മുടെ കോഴിമുട്ട ഗ്രേവി ഉഷാറായിട്ടുണ്ട്, ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതേപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ടോ, അടിപൊളിയാവും, ഉണ്ടോ? വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് മുകളിൽ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഗ്രേവിയിൽ നിന്ന് കൂട്ടി കഴിച്ചു നോക്കാം. ഗ്രേവിയിൽ നിന്ന് കഴിച്ചു നോക്കാം ആദ്യം. നല്ല രുചി കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ല രസമാണ്. അതേപോലെ പൊറോട്ട, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും പറ്റും. എന്തായാലും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.